ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ വിറക് പോലെ ഉണ്ടല്ലോ, അത് പൊളിക്കുന്ന വീഡിയോ കേട്ടോ. പൊളിച്ചിട്ട് പുതിയതാക്കണം നമുക്ക്. അത് പുതിയതാക്കല്ല, അതിനകത്തുള്ള വേസ്റ്റൊക്കെ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. കുറേ കാലമായിട്ട് നമ്മളിതൊന്ന് ശരിയാക്കിയിട്ട്. അപ്പോൾ ഈ ആകെ ചെതൽ പിടിച്ച് പോയിട്ടുണ്ട് ഇതിൻ്റെ മേൽഭാഗവും അടിഭാഗവും എല്ലാം കേട്ടോ. വിറകൊക്കെ ഓരോന്ന് പറഞ്ഞാൽ പുറത്തോട്ട് വലിച്ചിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. സഹായത്തിനായിട്ട് ഉപ്പയും ഉമ്മയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, വിറകുകളൊക്കെ ഇനി കുറേ ഇനി പുറത്തോട്ട് വലിച്ചിടാണ്ട്, അപ്പോൾ അതൊക്കെ അങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കണം. ഇതിൻ്റെ മേൽഭാഗമൊക്കെ പോയി കിടക്കുക കേട്ടോ. ആകെ ഇത് കണ്ടോ, കുറച്ച് സമയത്തിന് ശേഷം ഇപ്പോൾ ഈ അവസ്ഥ ആയിട്ടോ. വിറകൊക്കെ പൊളിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അടിഭാഗത്തുള്ള വിറകിൻ്റെ അവസ്ഥയാണത്. ചെതലും പിടിച്ചിട്ടുണ്ട്, അതുപോലെ എലികൾ വന്നിട്ടുണ്ടല്ലോ. ഇതിൻ്റെ താഴെ ഒരു ദാർപ്പായ വിരിച്ചു കൊടുത്തിരുന്നു നമ്മൾ ഈ ചെതൽ പിടിക്കാൻ കാണിച്ച്. അതൊക്കെ ആകെ അവർ കടിച്ച് മുറിച്ച് ആകെ ഇരപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മേൽക്കൂര. കണ്ടില്ലേ, ഈ പട്ടിയൊക്കെ ആകെ പോയി, കൗക്കോലൊക്കെ ആകെ നുരുമ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ചെതലൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അടിഭാഗം ക്ലീനാക്കി എടുക്കണം. വിറകൊക്കെ നമ്മൾ ഏകദേശം ഇതുപോലെ എല്ലാം പുറത്തേക്ക് വലിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിഭാഗം ക്ലീനാക്കണം കേട്ടോ നമുക്ക്. ഈ അടിയിലുള്ള ഈ പ്ലാസ്റ്റിക് ക്ലീനാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പ്ലാസ്റ്റിക് കൂടി ഒന്ന് വലിച്ചു വാരി ചാക്കിലോട്ടിട്ട് പുറത്തേക്ക് ഒഴിവാക്കണം. അതുപോലെ ഇത് കണ്ടോ, ഒരുപാട് മടകളുണ്ട് കേട്ടോ. നമ്മളെ വിറക് പേരിൻ്റെ അകത്ത് ഈ പെരിച്ചായി വന്നിട്ട് അണ്ടർഗ്രൗണ്ട് ആക്കി കളിച്ചാണ് അവരുടെ സ്ഥിരം പരിപാടിയല്ലേ അണ്ടർഗ്രൗണ്ട് തുരങ്കം നിർമ്മിക്കൽ. ഈ ചവിട്ടി കഴിയുമ്പോൾ നമ്മൾക്ക് താന്ന് പോകുന്നുണ്ട് കാലൊക്കെ കേട്ടോ. ഇത് വിറക് പേരുടെ പുറകു ഭാഗം കേട്ടോ. ഇവിടെ കുറച്ച് ചേമ്പ് മച്ചൊക്കെ ഉള്ളത്. ഇതുണ്ടോ, ഇത് വിറക് പേരുടെ ഒരു വശം കേട്ടോ. ഒരു വശത്താണ് ഇത്രയും വിറകുള്ളത്. ഇനി അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ തന്നെ വിറകുണ്ട് കേട്ടോ. ഇത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വിറകുകൾ അറിയുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ വിറക് പേരിൻ്റെ അകത്ത് നമുക്കൊരു തൂണ് കൊടുക്കാനുണ്ട് കേട്ടോ. കാരണം ഒരു ഭാഗം തൂങ്ങിയിട്ടുണ്ട് കൗക്കോലൊന്നായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു തൂണ് ഫിറ്റ് ചെയ്യണം, ചെറിയൊരു ഫില്ലർ പോലെ. അപ്പോൾ വീട്ടിലെ പണിയൊക്കെ നമ്മൾ തന്നെ എടുക്കുന്നുണ്ട്. നമ്മളെ ഫാദറാണ് എടുക്കുന്നത്, എല്ലാം ഉപ്പയാണ് എടുക്കുന്നത്. അതുപോലെ ഈ പെരിച്ചായിയുടെ മടയൊക്കെ ഞാൻ കുത്തിയിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. അതൊക്കെ കല്ലൊക്കെ ഇട്ടിട്ട് അതൊക്കെ മൂടണം ആദ്യം, അല്ലെങ്കിൽ ഉമ്മമാർ ഇനിയും പണി തരും. ഒരുപാട് ഹോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫാദർ ഇവിടെ തൂണ് ഫിറ്റ് ചെയ്യാൻ പരിപാടി സെൻട്രലായിട്ട് ബാക്ക് ഭാഗത്തായിട്ട് നമ്മൾ വിറക് പേരിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഫില്ലർ ഫിറ്റ് ചെയ്യാൻ പരിപാടി താങ്ങായിട്ട്. ഈ ഒരു കൗക്കോലിനായിട്ട് താങ്ങായിട്ട് ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചിട്ട്, നമ്മൾ വീട്ടിൽ കുറച്ച് ഹോളോ ബ്രിക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിലുള്ള പണികളൊക്കെ നമ്മൾ തന്നെ എടുക്കുന്നത്. ഇത് നമ്മളെ വിറക് പേരിൻ്റെ വേറൊരു ഭാഗം കേട്ടോ. വിറകൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയതാണ് വീടിൻ്റെ ഒരു വശത്തോട്ട്. ഇതാണ് ബാക്ക് ഭാഗം വരുന്നത് നമ്മൾ ഈ ഒരു വിറക് പേരിൻ്റെ ഫുള്ള് ചേമ്പും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെയും കുറച്ച് വിറകുണ്ട് കേട്ടോ നമ്മൾ എടുത്തിട്ട്. ഒരു 4 കല്ല് പടുത്ത് കഴിഞ്ഞിട്ടോ. ഇനി ബാക്കിയുള്ള കൂടി പടുക്കണം. അപ്പോൾ അതിൽ അളവൊക്കെ എടുക്കുന്നുണ്ട് പട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ പരിപാടിക്ക് ശേഷം നമ്മുടെ തൂണ് അവിടെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടോ. ആ ഒരു ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചിട്ട് താങ്ങായിട്ട് സെൻട്രലായിട്ട് പിറകിലത്തെ 2 സൈഡിലുള്ള തൂണിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയൊരു തൂണ്. ഇതിൻ്റെ മേൽഭാഗം കണ്ടില്ല, ആകെ നശിച്ച് പോയിട്ടത്. ഇതൊക്കെ വലിച്ച് താഴോട്ട് ഇടാനുള്ളതാണ്. പിന്നെ നമ്മളിതിനെ റീസ്റ്റോറേഷന് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ പുതിയതായിട്ടൊന്നും വാങ്ങുന്നില്ല കേട്ടോ. വീട്ടിലുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നത്. ഈ ഒരു കൗക്കോലൊക്കെ പോയെടുത്ത് വേറെ കൗക്കോല് വെക്കുക. അതുപോലെ പട്ടിക പോയെടുത്ത് നമ്മുടെ കവുങ്ങ് ഉണ്ട് വീട്ടിൽ. അപ്പോൾ കവുങ്ങ് കീറിയിട്ട് അതിൻ്റെ അലകുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പട്ടികയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. തൂണൊക്കെ ഉണ്ടല്ലോ, തൂണൊക്കെ സെറ്റായിട്ടോ. ഇനിയിപ്പോൾ ഈ പോയ സാധനങ്ങളൊക്കെ മാറ്റണം. ഈ കൗക്കോലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഫാദർ കുറേ നമ്മളെ കവുങ്ങ് കീറിയിട്ട് വരുന്നുണ്ട്, തൊടു പോയിട്ട് നടുക്ക് കീറിയിട്ട് അതിൻ്റെ പീസുകൾ എടുത്ത് വരുന്നുണ്ട് ഈ പട്ടികയായിട്ട് കൊടുക്കാനായിട്ടത്.
ഇത് നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് പണിയുണ്ടെന്ന് അറിയില്ല. കാരണം വീഡിയോയിൽ കുറഞ്ഞ ഭാഗമേ അത് കാണിക്കാൻ കഴിയുള്ളൂ, എല്ലാതും കാണിക്കാൻ കഴിയില്ല. കാരണം ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ കഴിയില്ല. നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കുന്ന വീഡിയോ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ. അല്ലാത്ത സമയത്ത് ഞാൻ പണിയെടുക്കുമായിരിക്കും, അപ്പോൾ എനിക്കത് കാണിക്കാൻ കഴിയില്ല. കാരണം ക്യാമറ പിടിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ ഒരു കൗക്കോലൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് എടുത്ത ഓടുകളൊക്കെ തിരിച്ച് വെക്കണം ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട്. ഇപ്പോൾ സമയം വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, സമയം 4:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ചായയും അതുപോലെ നേന്ത്രപ്പഴമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മളെ മേൽക്കൂര നമ്മൾ ഏകദേശം സെറ്റാക്കി എടുത്തിട്ടോ. അതിൻ്റെ മുകളിലുള്ള സാധനങ്ങളാണ് നമ്മൾ തിരിച്ച് വെച്ച് കേട്ടോ. അത് ക്ലീൻ ആക്കിയിട്ട് അതുപോലെ തന്നെ വെച്ചു എന്നുള്ളൂ. അതിൻ്റെ മുകളിൽ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കീറിയതൊക്കെ ഒഴിവാക്കിയിട്ട് പകരം നല്ലത് മാത്രം എടുത്തിട്ട് നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് വെച്ചു. ആ പോയ പട്ടികയെല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ കൗക്കോലൊക്കെ വെച്ചു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതുപോലെ ആയിട്ടിപ്പോൾ നമ്മളെ മേൽക്കൂരയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ട്. വിറകുപേരുടെ ഉൾഭാഗം കേട്ടോ. ഇപ്പോൾ സമയം 6:30 മണിയായിട്ടോ. മഴ പെയ്താൽ കുടുങ്ങും, കാരണം ചെറുതായിട്ട് നല്ലൊരു തണുത്ത കാറ്റും ഒരു ചെറിയ മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നാളെ ബാക്കി ഭാഗം കാണി. ഇന്ന് നമ്മുടെ വിറകുപുരയുടെ 2ാമത്തെ ദിവസമാണ്, പണിയുടെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ അത് ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ താഴെ നമുക്ക് വിറകൊക്കെ വെക്കാനുള്ള ഒരു തട്ട് പോലെ ഉണ്ടാക്കാം കേട്ടോ. ചിതൽ കയറാതെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കല്ലൊക്കെ വെച്ച് കല്ലിൻ്റെ മുകളിൽ നമ്മുടെ ചാക്കിൻ്റെ പീസൊക്കെ വെച്ചിട്ട് നമ്മൾ വിറക് വെക്കാനുള്ള തട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ചെറിയ സ്റ്റേജ് പോലെ. എന്നിട്ട് അതിന് മുകളിലാണ് വിറക് കയറ്റി വെക്കുന്നത്. എന്തുണ്ടോ അതുപോലെ കേട്ടോ ഞാൻ പറഞ്ഞ്. ഇതിൻ്റെ താഴെ നമ്മൾ വെക്കുന്ന പ്ലാവിൻ്റെ തടികളാട്ടോ, നല്ല തടികൾ ഇതിൻ്റെ താഴെ വെക്കാം കേട്ടോ. ഇതാണ് പ്ലാവിൻ്റെ തടി, നല്ല തടിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ പ്ലാവ് മുറിച്ചപ്പോൾ അത് മില്ലിൽ കൊണ്ടുപോയിട്ട് ഈർന്ന് കൊണ്ടുവന്ന തടിയാണ് കേട്ടോ, നല്ല തടിയാണ് കേട്ടോ. അത് നമുക്ക് ഇനി വീടിന് വേറെ പണിയൊക്കെ വരുമ്പോൾ വീട് പൊളിക്കുമ്പോഴൊക്കെ നമ്മൾ കട്ടിലൊക്കെ ജനവാതിലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തടിയാട്ടോ, നല്ല തടിയാണ്. അപ്പോൾ അതാണ് ആദ്യം വെക്കുന്നത് കേട്ടോ. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഷീറ്റ് വെച്ചിട്ട് പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചകിരി ഉണ്ട്, ചകിരി കുറേ ഉണ്ട്. അപ്പോൾ അത് ആദ്യം വെക്കണം ഇതിൻ്റെ മുകളിലായിട്ട്. പിന്നെ വിറക് വേറെ വശത്തായിട്ട് വെക്കണം. ഇതാണ് നല്ല കട്ടിയുള്ള തടിയാണ് കേട്ടോ, പ്ലാവിൻ്റെ നല്ല പീസാണ്. പിന്നെ അതുപോലെ കുറച്ച് പഴയ ജനവാതിലുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ജനവാതിൽ കേട്ടോ, പഴയ മോഡലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല തടി, നല്ല തടിയാണ് കേട്ടോ. ഇത്രയും കാലമായിട്ടും ഒരു ചെതൽ പോലും വിളിച്ചിട്ടില്ല, അതുപോലത്തെ നല്ല തടിയാണ്. പക്ഷെ മോഡൽ കുറച്ച് പഴയ മോഡലാണെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ തടി നല്ല തടിയാണ് കേട്ടോ. തടിക്കൊരു കുഴപ്പമില്ല, ഒരു ചെതലോ ഒന്നും കയറിയിട്ടില്ല. ആ വിറക് പോലെ അത്രക്കും ചെതൽ പിടിച്ചിട്ടും ആ തടിയിൽ ഒന്നും ഒരു ചെതൽ വരെ വന്നിട്ടില്ല. അപ്പോൾ ഉണ്ട്, അപ്പോൾ ഏകദേശം നല്ല തടികളൊക്കെ നമ്മൾ എടുത്തിട്ട് വെച്ചു. ഇനിയിപ്പോൾ അതിന് മുകളിൽ നമുക്ക് ഷീറ്റ് വിരിച്ചണം. ഇനി ഇതിന് മുകളിലാണ് നമ്മൾ ഈ ചകിരിയൊക്കെ വെക്കാനുള്ളത്. നമുക്ക് ചകിരി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ. ചകിരി നമ്മളെ തൊണ്ട്, നമ്മളെ തേങ്ങയുടെ തൊണ്ടില്ലേ, അതാണ് ഉദ്ദേശിച്ച്. അപ്പോൾ ഉമ്മയുണ്ട് സഹായത്തിൽ. അപ്പോൾ ഇന്നും അത്യാവശ്യം നല്ല രീതിയിൽ പണിയുണ്ട് കേട്ടോ. ഈ വിറകൊക്കെ അകത്തോട്ട് കയറ്റാനുള്ളതാണ്, അതും കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. എടുത്ത വിറകൊക്കെ വിറക് പേരിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത വിറകാണ് മൊത്തം. അപ്പോൾ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വെക്കണത്. നമ്മൾ ചകിരിയൊക്കെ ഏകദേശം കുറേ വെച്ചു കേട്ടോ. ചകിരി കുറേ പുറത്ത് വെക്കാനുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് വെക്കുന്നില്ല. അത്യാവശ്യം പുതിയതായിട്ട് കൊണ്ടുവന്ന ചകിരികളുണ്ടല്ലോ, അതാണ് ഇപ്പോൾ അകത്തോട്ട് കയറ്റി വെക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ നമുക്ക് ഇനി എടുക്കാനുള്ളതാണ്, ആവശ്യത്തിന് എടുക്കാനുള്ളതുകൊണ്ട് അത് പുറത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ചാക്കിലാക്കി വെച്ചതൊക്കെ നമ്മൾ അകത്തോട്ട് കയറ്റി വെച്ചിട്ടോ. ഇനി നമുക്ക് വിറകൊക്കെ കയറ്റി തുടങ്ങണം. നമ്മുടെ മേൽക്കൂരയുടെ മുകളിൽ നമുക്ക് ഷീറ്റ് പുതുതായിട്ട് വാങ്ങാൻ ഒന്നുകൂടി ഷീറ്റ് വെക്കാനുണ്ട് കേട്ടോ. ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതാ വിറകൊക്കെ അത്യാവശ്യം ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
അങ്ങനെ നമ്മുടെ വർക്ക് കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ. ഇനി കുറച്ച് വിറക് കൂടി വർക്ക് വെക്കാണ്. പക്ഷെ അതിലധികം ചെതൽ പിടിച്ചതായതുകൊണ്ട് തിരഞ്ഞെടുക്കണം വർക്കൊക്കെ. പിന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ നമ്മുടെ വിറക് പരിയുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ. ഫൈനലി ഫുൾ ക്ലീൻ ആക്കിട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് വിറകായിരുന്നു, വിറകും വേസ്റ്റും ആയിരുന്നു. ഇനി കുറച്ച് വേസ്റ്റ് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇനി ആക്രിക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. അതുപോലെ 2 ദിവസത്തെ വർക്കാണ് കേട്ടോ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ വലിച്ച് കെട്ടാനൊക്കെ ഉണ്ട്. അത് പിന്നെ കെട്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഷീറ്റ് വാങ്ങിയിട്ടില്ല, അപ്പോൾ വാങ്ങിയിട്ട് കെട്ടി കൊടുക്കും. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മളെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ പറ്റിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.